പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ മഹനീയ പ്രവർത്തികളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 119:71 പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഇന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നഴ്സിൻ്റെ സാക്ഷ്യം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തോബീത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്,
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് അബ്ബാസിയ നഴ്സസ് മിനിസ്ട്രിയിലെ റീനയാണ്. നമുക്ക് റീനയെ കേൾക്കാം. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റീന. ഞാൻ കഴിഞ്ഞ 11 വർഷമായി കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആനന്ദഘോഷത്തോടെ പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക, കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. ഒരു സഹനത്തിലൂടെ എൻ്റെ കർത്താവ് എന്നെ എങ്ങനെ സ്വന്തമാക്കിയെന്നും അതുവഴി എന്നിലുണ്ടായ മാറ്റങ്ങളുമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. റീന, ഈശോയെ അറിയുന്നതിന് മുമ്പ് ഉള്ള റീനയുടെ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഈശോയെ അറിയുന്നതിന് മുൻപ് തികച്ചും ലോകപരമായൊരു ജീവിതമായിരുന്നു എൻ്റേത്. ചെറുപ്പകാലത്തൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതനുസരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്കും കുറവ് വന്നു. പ്രാർത്ഥനയൊക്കെ ഒരു ചടങ്ങ് മാത്രമായി. വചനത്തെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല. അതുപോലെ പരിശുദ്ധ കുർബാന ഒരു കാണൽ മാത്രമായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഈശോയ്ക്കായിരുന്നില്ല 1-ാം സ്ഥാനം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വേണ്ട വിധത്തിൽ ഈശോയെ കൊടുത്തിരുന്നില്ല. അങ്ങനെ തികച്ചും ലോകപരമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഈശോയെ കൂടുതലായിട്ട് അനുഭവിക്കാനും അറിയാനും ഒക്കെ സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ഒരു കുറവുമില്ലാതെ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് 2018 എൻ്റെ ബ്രസ്റ്റിൽ ഒരു ലംബ് കാണപ്പെടുന്നത്. അതേ തുടർന്ന് ഞാനൊരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്ത് ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് ബയോപ്സി സജസ്റ്റ് ചെയ്തു. ബയോപ്സിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിൽ തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് ഒത്തിരി ഭാരപ്പെടുത്തി കാണുമല്ലേ? ഒരുപാട് ഭാരപ്പെടുത്തി. എൻ്റെ മനസ്സിനെ ഞാനെങ്കിലും ധൈര്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഞാൻ നല്ല ധൈര്യമൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൽ എപ്പോഴും ഒരു ഭയവും നിരാശയും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്നിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ ഓർത്തിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത്. റീന പറഞ്ഞല്ലോ മുടിയൊക്കെ കുറിച്ചൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എൻ്റെ മുടിയായിരുന്നു. അപ്പോൾ കീമോയുടെ ഭാഗമായിട്ട് അതൊക്കെ പോവല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് പലപ്പോഴും സങ്കടം സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭാവി കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് വരെ ഞാൻ ആ സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിയത്? അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡാനിയൽ അച്ഛൻ്റെ വചന ശുശ്രൂഷ കേൾക്കാനിടയാകുന്നത്. അതുവരെ വചനം അത്ര കാര്യമായിട്ട് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കൂടുതൽ കേൾക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ കൂടുതൽ വചനങ്ങൾ കേട്ടു. അച്ഛന് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 3 മാസം അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അങ്ങനെ ഞാനും ഒരു തീരുമാനമെടുത്തു, എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കുന്നതിന് വേണ്ടി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്, ആ വചനം വായിക്കാനായിട്ട് ആ ബൈബിൾ ഞാൻ അന്ന് കയ്യിലെടുത്ത ആ നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷമെന്ന്. അങ്ങനെ ഈ വചന വായന അനുഭവത്തിലൂടെ ഒരു വ്യക്തിപരമായ ദൈവ അനുഭവം റീനയ്ക്കുണ്ടായി അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു റീന. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വചനം വായിച്ചിട്ട് ഉറങ്ങാനായി കിടന്നു. അന്നും വചനം കേട്ടുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഡാനിയൽ അച്ഛൻ്റെ വചനപ്രഘോഷണത്തിനിടയിൽ ഈശോയെ ഉറക്ക വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനും അതോടൊപ്പം ചേർന്ന് ഹൃദയം തകർന്ന് ഈശോയെ കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴാണ് എനിക്ക് അസാധാരണമായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എൻ്റെ ശരീരത്തിൽ ഒരു ചൂടും വിറയലും പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് സ്വർഗം തുറക്കുന്നത് പോലെ വലിയൊരു പ്രകാശവും അതിൽ ഒരു മുഖവും ഞാൻ ദർശനത്തിൽ എന്ന പോലെ കണ്ടു. 3 പ്രാവശ്യം ഇതേ അനുഭവം എൻ്റെ ശരീരത്തിലുണ്ടായി. പിന്നീട് ഞാനൊരു സ്വരം ഒരു അശരീരി പോലെ കേൾക്കുകയാണ്, നിന്നെ ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു എന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് ഇതെല്ലാം എൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചു. അപ്പോഴും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ കണ്ട മുഖം ആരുടേതാണെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈശോയുടെ ഫോട്ടോ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ കിട്ടി. ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഈശോയുടെ ഈ മുഖമാണല്ലോ ഞാൻ അന്ന് ദർശനം പോലെ കണ്ടത് എന്ന് എനിക്ക് ഓർമ്മ വന്നത്.
പെട്ടെന്ന് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് അപ്പോൾ തന്നെ ഷെയർ ചെയ്തു, ഈ മുഖമാണ് ഞാൻ അന്ന് കണ്ടതെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഈശോയുടെ കരുണയുടെ ഫോട്ടോയാണെന്ന്. അതായത് റീന അതുവരെ ഈശോയുടെ കരുണയുടെ മുഖം കണ്ടിട്ടില്ല. ഇല്ല, ആ ഈശോയുടെ കരുണയ്ക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അന്നാണ് ഞാനത് എനിക്ക് മനസ്സിലായത്. റീനയ്ക്ക് ഈ ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ റീനയോട് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് റീനയ്ക്ക് പറ്റിയത്? എനിക്ക് ഈ ഒരു ദൈവാനുഭവം ഉണ്ടായതിന് ശേഷം ജീവനുള്ള ഈശോയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അന്ന് ആ രാത്രിയിൽ ഞാൻ ഹൃദയം നുറുങ്ങി എൻ്റെ കർത്താവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം എന്നെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തന്ന അനുഭവമായിരുന്നു അതെന്ന്. അതിനുശേഷം ഞാൻ ഈശോയോട് കൂടുതൽ അടുത്തു. അങ്ങനെ കൂടുതൽ വചനങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ മാത്യു വയലമണ്ണച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയുടെ കുരിശിന് 2 വശങ്ങളാണുള്ളത്. ഒരു വശത്ത് ഈശോ ഉണ്ട്, മറുവശത്ത് നമ്മുടെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അങ്ങനെ സഹനത്തെ പറ്റിയിട്ടൊക്കെ വലിയൊരു ബോധ്യം ആ സമയത്ത് ഈശോ എനിക്ക് തന്നു. പിന്നീട് ഞാനിങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് തുടങ്ങി. റീന കീമോതെറാപ്പിയുടെ ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് റീനയ്ക്ക് അതൊരു വലിയ സങ്കടമായി അല്ലേ? അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയതുകൊണ്ട് കീമോ ആവശ്യമില്ല എന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വളരെയധികം വിഷമമായി. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ പറയുമായിരുന്നു, ഈശോയെ എനിക്ക് ആ കീമോതെറാപ്പി വഴി ഉണ്ടാകുന്ന വേദനകളും സഹനങ്ങളും ഒന്നും എൻ്റെ ഈശോയ്ക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമം പറയുമായിരുന്നു ഈശോയുടെ അടുത്ത്. അതായത് സഹനത്തെ ഏറ്റെടുക്കാൻ മാത്രം റീനയുടെ മനസ്സ് ഒരുങ്ങി കഴിഞ്ഞിരുന്നു അല്ലേ? അതെ. അപ്പോഴത്തേക്കും എനിക്ക് ഈ സഹനമെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈശോ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു ആ സമയത്ത്. പിന്നീട് ഡോക്ടേഴ്സ് കൂടുതൽ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഫിലാക്റ്റിക് ട്രീറ്റ്മെൻറ്റായിട്ട് കീമോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സർജറി സമയത്തും എൻ്റെ കീമോതെറാപ്പി സമയത്തും എനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ എല്ലാ സഹനങ്ങളെയും എൻ്റെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കുവാനായിട്ടുള്ള കൃപ ഈശോ എനിക്ക് തന്നു. അതുപോലെ എൻ്റെ 2ാമത്തെ കീമോയിലൊക്കെ എനിക്ക് അതിഭയങ്കര വേദനയായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ ഞാൻ ഒരു പെയിൻ കില്ലർ പോലും എടുക്കാതെ ആ സഹനം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സഹിക്കാമെന്ന തീരുമാനത്തോടെ അത് സഹിച്ച് എൻ്റെ ഈശോയുടെ കുരിശിന് വേണ്ടി. അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത് തന്നെ അതാ അല്ലേ? നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളെയൊക്കെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുക. അതിന് റീനയ്ക്ക് ദൈവം അതിനുള്ള അവസരം തന്നു. അതുപോലെ എൻ്റെ കീമോതെറാപ്പി സമയത്തിന് 3ാമത്തെ കീമോയ്ക്ക് ആയപ്പോഴത്തേനും മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ വല്ലാത്തൊരു മാനസികമായിട്ടൊരു വേദനയാണ്. അപ്പോൾ നമുക്ക് ശാരീരിക വേദനയല്ല, മാനസിക വേദന നമ്മുടെ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എനിക്കുണ്ടായ ആ സമയത്തെ വേദനകളും എൻ്റെ ഈശോയുടെ കൈകളിൽ കൊടുത്തു. അങ്ങനെ എൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് എനിക്കുണ്ടായ എല്ലാ സഹനങ്ങളും എൻ്റെ ഈശോടൊപ്പം ആയിരുന്നുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി മാറ്റാനായിട്ടുള്ള കൃപ ഈശോ എനിക്ക് തന്നു. റീന ഇപ്പോൾ ഏകദേശം 2 വർഷമായി ക്യാൻസർ വന്നിട്ടല്ലേ? അതെ. അപ്പം ആ സമയത്തൊന്നും റീന നഴ്സസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മയിലൊന്നും വരാറില്ലായിരുന്നു അല്ലേ? ഇല്ല. പിന്നെ എങ്ങനെ അങ്ങനെയായിട്ട് വരാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായേ? ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും നഴ്സസ് മിനിസ്റ്റർ എന്ന കൂട്ടായ്മയിലേക്ക് എത്തുന്നത്. ആദ്യമൊന്നും എനിക്ക് പരിശുദ്ധ അമ്മയോട് ഒരു സ്നേഹമോ ഭക്തിയോ ഒന്നും ഇല്ലായിരുന്നു. ജപമാല ചൊല്ലുവാനൊന്നും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു, അമ്മയെ സ്നേഹിച്ചാൽ അത് ഈശോയോടുള്ള സ്നേഹക്കുറവിന് കാരണമാകുമോയെന്ന്. എന്നാൽ ഞാൻ നഴ്സസ് മിനിസ്റ്റർ എത്തിയതിന് ശേഷം അവിടെയുള്ള സഹോദരങ്ങൾ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നതായും ജപമാല ചൊല്ലുന്നതായും ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് നഴ്സസ് മിനിസ്ട്രി നടത്തിയ ഒരു നൈറ്റ് വിജിലിൽ പങ്കെടുക്കാനായിട്ടുള്ള കൃപ ഈശോ തന്നു. അന്ന് എൻ്റെ മനസ്സിൽ ശരിക്കും ഒരു വിഷമമുണ്ടായിരുന്നു, എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നേ പോയിരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു, എനിക്ക് മാത്രം എന്താ അമ്മയോട് സ്നേഹം തോന്നാത്തതെന്ന്. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നഴ്സസ് മിനിസ്ട്രിയുടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ കൂടുതലും അതുവഴി എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയെ സ്നേഹിക്കുന്നത് മൂലം നമ്മൾ ഒരിക്കലും ഈശോയിൽ നിന്ന് അകലുന്നില്ല. പകരം അമ്മയുടെ പുണ്യങ്ങൾ നമുക്ക് പകർന്നു തന്നുകൊണ്ട് ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണെന്ന്. അതുപോലെ തന്നെ ഈശോ രൂപപ്പെട്ടത് അമ്മയിലാണ്. നമ്മൾ അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണെന്ന് പറഞ്ഞ് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അമ്മ നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് ഈശോയെ നമ്മെ രൂപപ്പെടുത്തുമെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും
അമ്മയോടുള്ള ഭക്തി വർദ്ധിക്കാനും ഒക്കെ നഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഈ വിമല ഹൃദയപ്രതിഷ്ഠയ്ക്ക് ശേഷം എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള വലിയൊരു കൃപ ഈശോ എനിക്ക് തന്നു. എൻ്റെ നാവിൻ്റെ വിശദീകരണം മൂലം എൻ്റെ ജീവിതം മുഴുവനും വിശദീകരിക്കപ്പെട്ടതായിട്ട് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നാവിനെ നിയന്ത്രിക്കുന്നവൻ ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നവെന്നാണല്ലോ വചനം പറയുന്നത്. അത് റീനയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് സമ്മാനമായി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു ആഴമായ ഒരു ബോധ്യം റീനയ്ക്ക് ഉണ്ടായിട്ടാണ് റീന എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറഞ്ഞു റീന. ഞാൻ ഈശോയെ അറിയുന്നതിന് മുമ്പ് പരിശുദ്ധ കുർബാന ഞാൻ ദേവാലയത്തിലെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി നിന്ന് കാണും. അതായിരുന്നു എൻ്റെ പരിശുദ്ധ കുർബാന. പിന്നീട് ഈശോയെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഈശോ ഒരുങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഞാൻ തലേ ദിവസം തന്നെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങും. കാഴ്ചയായിട്ട് വ്യക്തികളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയൊക്കെ ഈശോയുടെ ആ ബലിപീഠത്തോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഹൃദയവിശുദ്ധിയോടെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ പരിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമാകാൻ തുടങ്ങി. എൻ്റെ വിമല ഹൃദയപ്രതിഷ്ഠയ്ക്ക് ശേഷം എൻ്റെ ഓരോ ബലിയർപ്പണവും പരിശുദ്ധ അമ്മയോടൊപ്പമായിരുന്നു. ദിവ്യകാരുണ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വീകരിക്കുവാനായിട്ട് പലപ്പോഴും നമ്മുടെ ഹൃദയം അയോഗ്യമായിരിക്കും. അപ്പോൾ ഞാൻ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറയും, അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, അമ്മയുടെ ഹൃദയം എനിക്ക് കടം തരണമേ എന്ന്. അപ്പോൾ എന്നിൽ പിന്നെ എൻ്റെ ഹൃദയമല്ല, അമ്മയുടെ ഹൃദയമാണ്. പിന്നീട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പിതാവായ ദൈവമേ, അങ്ങയുടെ മകളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. പുത്രനായ ഈശോയെ, അങ്ങയുടെ അമ്മയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ മണവാട്ടിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവ്യകാരുണ്യവും സ്വീകരിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഏറ്റവും വലിയ സ്നേഹത്തോടെ തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. റീന ഈ പറഞ്ഞത് ശരിക്കും ഒരു ദൈവിക ജ്ഞാനം തന്നെ അല്ലേ? അപ്പോൾ അത് ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങൾക്കും അതൊരു വലിയ അനുഭവമായിരിക്കും. ഞങ്ങളും എങ്ങനെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കുമ്പോഴത്തേക്കും. അതുപോലെ പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോയുടെ കുരിശിനോട് ചേർന്നായിരുന്നു നിന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ സംബന്ധിക്കുമ്പോൾ ബലിപീഠത്തോട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം. അങ്ങനെ ദിവ്യകാരുണ്യമായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന എൻ്റെ ഈശോയുടെ ഒരു സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. അപ്പോൾ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഈശോയോട് പറയും, ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ നീ അറിയാതെ അല്ലല്ലോ എന്നിലിത് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നിനക്ക് എന്താണ് എന്നെ ഇതിലൂടെ പഠിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് നീ എന്താണ് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വചനമെടുത്ത് എൻ്റെ ഈശോയുടെ മുന്നേ ഇരിക്കും. അപ്പം ഈശോ എന്നോട് വചനത്തിലൂടെ സംസാരിക്കും, എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഈശോയുടെ അടുത്ത് ഞാൻ ഓടിച്ചെല്ലും. നമുക്ക് സ്വർഗത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അപ്പനുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാം, നമ്മൾ പിന്നെ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും എപ്പോഴും മനസ്സിലൊരു സമാധാനം നിലനിർത്താനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ റീന അല്ലേ? ഈശോ നമുക്ക് സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്, നമ്മളെ കാണാൻ കേൾക്കാൻ എന്നൊക്കെയുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് റീനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ദൈവാനുഭവം തന്നെ. റീന ഈ സഹനത്തിലൂടെ റീനയുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ? അപ്പം അതുപോലെ കുടുംബജീവിതത്തിലും മാതാപിതാക്കളിലും ജീവിത പങ്കാളി മക്കളിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് റീന ഒന്ന് പറഞ്ഞേ. ഈ സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരിക്കലും എൻ്റെ തകർച്ചയ്ക്കായിരുന്നില്ല, പകരം എൻ്റെ വിശദീകരണത്തിനും എന്നിലൂടെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിശദീകരണം ദൈവം ഇതിലൂടെ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഒക്കെ ഈ എൻ്റെ അനുഭവത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈശോയെ കൊടുക്കുന്നുണ്ട്, വചനം പറഞ്ഞു കൊടുക്കുകയും ഈശോയുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സാധിച്ചത് എൻ്റെ ഈ സഹനത്തിലൂടെയാണ്. ഈ ലോകജീവിതം ഈ ലോകത്തിൽ വീഴാതെ നമ്മൾ ഈശോയോടൊപ്പം ആയിരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ആത്മീയ യുദ്ധം തന്നെ ആവശ്യമാണ്. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം ഇതിന് നമുക്ക് ആവശ്യമാണ്. എന്നെ ഈശോയോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. റീന, ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു മരണഭയമാണ് അല്ലേ? അപ്പം ആ സംഭവങ്ങളെയൊക്കെ റീന എങ്ങനെ ഏറ്റെടുത്തേ?
നിത്യതയെ പറ്റിയിട്ടുള്ള വലിയ ബോധ്യം ഈശോ എനിക്ക് തന്നു. ഈ ലോകജീവിതമല്ല, നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ ഈശോയോടൊപ്പം, നമ്മുടെ കർത്താവിനോടൊപ്പം മനോഹരമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള വലിയ ബോധ്യം എനിക്ക് കിട്ടി. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം തന്നിരിക്കുന്നത്. അതിനൊരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. നിത്യതയിൽ എൻ്റെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തി ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇത് ദൈവം തന്ന ശരിക്കും ഒരു ബോധ്യമാണ്. റീനയുടെ ഈ പ്രായത്തിൽ ഇത് ഇങ്ങനെ മനസ്സിലാക്കാനും അതനുസരിച്ച് നിത്യതയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാനും ഒക്കെ തരുന്ന ഈ ഒരു അവസരം വലിയതാണല്ലേ? അതെ. അതുപോലെ തന്നെ നമ്മൾ മരണത്തെ ഭയക്കേണ്ട ഒന്നല്ല, ഒരുങ്ങി അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ഒന്നാണ് മരണം. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മരണസമയത്തെപ്പറ്റി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കാനായിട്ടുള്ള കൃപ ഈശോ എനിക്ക് തരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ തന്നതിലൂടെ നമുക്കറിയാം ലോകം മുഴുവനും ഇപ്പം വലിയ മരണഭയത്തിലൂടെ നടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കേൾക്കുന്നവരെല്ലാവരും ഈ ഒരു കിട്ടുന്ന ആ സഹനങ്ങൾ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. അത് നമുക്ക് നിത്യതയിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന ആ സ്വർഗീയ സമ്മാനം നമുക്ക് സ്വീകരിക്കാനായിട്ട് ഈ ഭൂമിയിലുള്ള നമ്മുടെ ഒരു ഒരുക്കമാണെന്ന് എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാകട്ടെ. അതെ, ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഈശോയെ സമീപിച്ചിരുന്ന ഈ സഹനത്തെ എങ്ങനെയും നേരിടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ഈശോയാണ് എൻ്റെ എല്ലാം. എന്ന് എൻ്റെ ഈശോയുടെ മുഖം എനിക്ക് നേരിട്ട് കാണാൻ പറ്റൂ എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെയാണ് ഇന്ന് എൻ്റെ ജീവിതം. അതുകൊണ്ട് സങ്കീർത്തനം 27:4 പറയുന്നത് പോലെ ഞാനും ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. നമ്മളിപ്പോൾ കേട്ട റീനയുടെ ജീവിതാനുഭവത്തിലൂടെ അവളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്ത സഹനങ്ങളെ ആ മകളത് വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും ദൈവകരങ്ങളിൽ നിന്ന് അത് സ്വീകരിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ വിശുദ്ധീകരണവും അതുവഴി കുടുംബാംഗങ്ങളിലേക്കും സഹപ്രവർത്തകരിലേക്കുമൊക്കെ അത് പകരുവാനും അനേകം ആത്മാക്കളെ നേടുവാനും ആ മകൾ ആ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനുമൊക്കെ സാധിച്ചു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും ലോകത്തിൻ്റെ നവീകരണത്തിനും സഭയുടെ രക്ഷയ്ക്കും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സഹനങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ചു മുന്നേറാൻ സാധിച്ച ഈ നേഴ്സിനെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. വിശുദ്ധ മരിയ വാൾത്തോർത്തയോട് ഈശോ ഇപ്രകാരം പറയുന്നു: കുരിശിലായിരുന്ന എൻ്റെ ഏറ്റവും കഠിനമായ വേദന കോടിക്കണക്കിന് ആളുകൾ എൻ്റെ പീഡാസഹനം അറിയാതെയും പ്രയോജനപ്പെടുത്താതെയും കഴിയുന്നല്ലോ എന്നതായിരുന്നു. നമ്മുടെ വേദനകളിലും വേദന അനുഭവിക്കുന്ന നാം ശുശ്രൂഷിക്കുന്ന രോഗികളോടും ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ കൊച്ചു സഹനങ്ങൾ പോലും അനേകം ആത്മാക്കളെ നേടാനുള്ള കുറുക്കു വഴികളാക്കി നമുക്ക് മാറ്റാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ.
ആമീൻ.